ബോംബ് പൊട്ടുന്ന പോലുള്ള ഒരു സൗണ്ടായിരുന്നു പൊട്ടൽ. പെട്ടെന്ന് 1 മിനിറ്റ് കൊണ്ട് അതങ്ങ് നിന്നു. 1 മിനിറ്റ് എടുത്തു. അപ്പോഴത്തേക്ക് അതങ്ങ് നിന്നു. പൊട്ടുന്ന കണ്ടിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഒഴുകി വരിക വെള്ളം. അല്ലാതെ ഈ തിരയടിച്ചൊഴുകി വരുമല്ലായിരുന്നു, പൊങ്ങി. അപ്പോഴത്തേക്ക് നമ്മളെല്ലാവരും അങ്ങ് പൊങ്ങി അങ്ങ് ഒഴുകി അങ്ങ് പോയി. അപ്പോൾ ആർക്കും ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അനിയത്തിയും ഭർത്താവും കൊച്ചും കൂടെ വന്ന കാറ് വീടിൻ്റെ മുകളിൽ കൂടെ പൊങ്ങി ആ കിഴക്കേ വീടിൻ്റെ കിഴക്ക് വശത്ത് ഒരു മരം ഉണ്ടായിരുന്നു, ആ മരത്തിൽ തട്ടിയാണ് മറ്റേ കയ്യിലിരുന്ന കുഞ്ഞങ്ങ് ഒഴുകി അങ്ങ് പോയി. അതിനെ കിട്ടിയില്ലായിരുന്നു. മറ്റേ മോനങ്ങ് മരിച്ചിരുന്ന കൈ പിടിവിട്ടില്ല. ഇങ്ങനെ തന്നെ പിടിച്ചോണ്ടിരിക്കും. അപ്പോൾ ശ്വാസം മുട്ടി, ഇവിടം വരെ വെള്ളമല്ലേ മുകളിൽ വരെ, ഇപ്പോഴത്തേക്കും കുഞ്ഞങ്ങ് ശ്വാസം മുട്ടി മരിച്ചിരുന്ന കൈ. കടലിങ്ങനെ ഓടി വന്നപ്പോഴത്തേക്ക് നോക്കിയിട്ട് ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കുണ്ട്. ഞാൻ എന്തോ ഞങ്ങൾ പ്രേമിച്ചിട്ടുണ്ട്. ഞാനൊരു തെങ്ങിക്കുള്ള കയറ് കെട്ടിക്കിടന്നു. ആ കയറിനകത്ത് നിലവായിട്ട് പിടിച്ചോണ്ട് വിളിവെച്ചിട്ട് ആൾക്കാർ കാണുന്നില്ല. ഈ മകലിൻ്റെ പുറത്തും അവിടെ ആൾക്കാർ കാണുന്നില്ല. ഞാൻ ഈ തെങ്ങ് പിടിച്ചോണ്ട് കിടന്നിങ്ങനെ വിളിവെക്കുന്നത്, എൻ്റെ ദൈവങ്ങളെ, എൻ്റെ ദൈവങ്ങളെ, എൻ്റെ ദൈവങ്ങളെ, എൻ്റെ അച്ഛമ്മേൻ്റെ പഴകളാണ് എന്നും കടല് വലപ്പോൾ കടലിലോട്ട് വന്നിങ്ങനെ അടിക്കുക. കൈ കിട്ടില്ല. അങ്ങനെ വന്ന് കയറിന് കൈയിങ്ങനെ ഇളകി വരുന്നു. കാറ്റ് ഞാൻ വീട് പറ്റുന്നു. അപ്പോൾ എൻ്റെ മക്കളെ വിളി സെക്കൻഡുകൾ പറഞ്ഞറിയിപ്പിക്കാൻ പറ്റാത്ത ആ പെട്ടെന്നുള്ള ആ ഒരു നിമിഷത്തിൽ കടലിൽ നിന്ന് വെള്ളം ശരിക്കും പൊങ്ങിയിട്ട് വീടിനേക്കാൾ ഉയരത്തിൽ എന്ന് പറഞ്ഞ തെങ്ങിൻ്റെ പൊക്കത്തിൽ നിന്നാണ് ഉയരത്തിൻ്റെ വെള്ളം ഇങ്ങനെ കവിഞ്ഞ് ഉരുകി ഭയങ്കര ശക്തമായിട്ട് വരികയാണ്.